നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു മണ്ഡലകാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്തെങ്ങും അയ്യപ്പ മന്ത്രങ്ങൾ ഉയരും. ശരണമുഖരിതമാകും. ഭക്തിയുടെ നാളുകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇക്കുറി മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനം അയ്യപ്പ മന്ത്രങ്ങളാൽ മുഖരിതമാണ്. പറയാൻ കാരണം 2 അയ്യപ്പ സംഗമങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ആദ്യത്തേത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം. ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പമ്പയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു, ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്നു, തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ, പിന്നെ സംസ്ഥാനത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് വന്ന ഈ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ അയ്യപ്പ ഭക്തന്മാർ. 10,000-4000 പേര് സംഗമത്തിനെത്തുമെന്ന് പറഞ്ഞിട്ട് അത്രയൊന്നും വന്നില്ല, ആൾ വളരെ കുറവായിരുന്നു എന്നാണ് സംഗമത്തിന് എതിരെ നിൽക്കുന്നവരുടെ അഭിപ്രായം. അതല്ല, വളരെ ക്രിയാത്മകമായ ചർച്ചകൾ അയ്യപ്പ സംഗമത്തിൽ നടന്നു എന്നാണ് സർക്കാർ വാദം. ഏതായാലും തിരക്ക് കുറയ്ക്കലായി, അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഇവിടെ ചർച്ചയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ആഗോള അയ്യപ്പ സംഗമം നടന്നതിൻ്റെ തൊട്ട് പിറ്റേന്നും പന്തളത്ത് ഒരു അയ്യപ്പ സംഗമം നടന്നു. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമല്ല അയ്യപ്പ സംഗമം, ശരിയായ അയ്യപ്പ സംഗമം ഞങ്ങൾ നടത്തുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചത് ശബരിമല സംരക്ഷണ സംഗമം. അതായിരുന്നു അതിൻ്റെ പേര്. പന്തളത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തർ, അതുപോലെ തന്നെ ആചാര്യന്മാർ, മഹർഷിമാർ, സന്യാസിമാർ, പിന്നെ BJP നേതാക്കൾ, RSS നേതാക്കൾ, അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു. വന്നവരെല്ലാം അയ്യപ്പ സംഗമം ഉഷാറാക്കി. അവിടെയും ഈ ശബരിമല വികസനവും കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. ആചാര സംരക്ഷണമൊക്കെ തന്നെയാണ് അവിടെയും ചർച്ച ചെയ്തത്. കൂട്ടത്തിൽ പിന്നെ വാവൊരു തീവ്രവാദിയാണെന്നും ഈ പോക്ക് പോയാൽ സംസ്ഥാനം ഉടനെ മുസ്ലിം സംസ്ഥാനമാകും എന്നുള്ള മട്ടിലുള്ള ചില പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അതും വാർത്തയായി. ഏതായാലും അയ്യപ്പൻ ആരോടൊപ്പം എന്നാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം. അതായത് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തിയ അയ്യപ്പ സംഗമം ശരിയില്ല. കാരണം നിരീശ്വരവാദികൾ നയിക്കുന്ന ഒരു സർക്കാരിന് എങ്ങനെ അയ്യപ്പ സംഗമം നടത്താൻ പറ്റും എന്നാണ് ഉയരുന്ന ചോദ്യം. കേൾക്കുമ്പോൾ ചില തമാശയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ഭക്തരായ ഞങ്ങൾ നടത്തുന്ന അയ്യപ്പ സംഗമമാണ് യഥാർത്ഥ അയ്യപ്പ സംഗമം എന്നും പറയും. ഏതായാലും അയ്യപ്പൻ ആരോടൊപ്പം എന്നുള്ള ചോദ്യമെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് രസകരമായ ചില സംഭവങ്ങളുണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അതായത് യുവതീ പ്രവേശന കാര്യമടക്കമുള്ള ആചാര സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ടേൺ എടുത്തു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അവർ സുപ്രീം കോടതി കൊടുത്തുള്ള സത്യവാങ്മൂലത്തിൽ കാര്യമായ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല. അതിൻ്റെ സമയമാകുമ്പോൾ അത് മാറ്റും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും ശബരിമലയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന പുതിയ നയം അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ, പുതിയ നിലപാടുകൾ സ്വാഗതാർഹമാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറയുന്നിടം വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ആലോചിക്കാനും വേണ്ട. 2019 തോന്നുന്നു ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. സുപ്രീം കോടതി വിധിയും അതുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രകൾ, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതെല്ലാം ഉണ്ടായത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് NSS എടുത്ത നിലപാട് സംസ്ഥാന സർക്കാരിനെതിരായിരുന്നു. 2021 സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ, LDF-നെതിരെ പരസ്യമായ നിലപാടെടുക്കാൻ G. സുകുമാരൻ നായർ തയ്യാറായതും തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ ഈ സർക്കാർ പുറത്തു പോകണം എന്ന മട്ടിലുള്ള പ്രതികരണം അദ്ദേഹം നടത്താനിടയായ സാഹചര്യവുമെല്ലാം നമുക്കറിയാം. ശബരിമലയായിരുന്നു ഇതിനെല്ലാം ഇടയ്ക്കാക്കിയത്. സർക്കാരിനൊപ്പം നിൽക്കുന്ന പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് അന്നും ഇന്നും പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ നിശിതമായി വിമർശിച്ചവരാണ്. ഉണ്ടായിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ NSS-ഉം SNDP-യും എല്ലാം സർക്കാരിനൊപ്പമാണ് ശബരിമല വിഷയത്തിൽ. പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നമ്മൾ കണ്ടതാണ്, വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു കാറിൽ വന്നിറങ്ങും. NSS-ൻ്റെ പ്രതിനിധി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത NSS-ൻ്റെയും SNDP-യുടെയും നേതാക്കൾ തൊട്ടുപിറ്റേന്ന് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പോരാത്തതിന് സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് NSS-ൻ്റെയും SNDP-യുടെയും നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. പോരെ, അതായത്
ഇത്രയും കാലം NSSൻ്റെയൊക്കെ പിന്തുണ തങ്ങൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്ന NSS തങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വിശ്വസിച്ച UDFനും BJPക്കും ഇത് തിരിച്ചടിയാണോ പ്രഹരമാണോ എന്നൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അവർ വരുന്ന NSSൻ്റെ നിലപാടുണ്ട്, സമതുലമാണ് ഇപ്പോഴും അവരുടെ നിലപാട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് NSSനെയും SNDPയെയും KPMSനെയും പോലുള്ള ഹിന്ദു സമുദായ സംഘടനകളെ കൂടെ നിർത്താൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് നേട്ടമായി അവർ കാണുന്നു എന്ന് വേണം കരുതാൻ. ഈ ഒരു കാര്യത്തിലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരേ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. വെള്ളാപ്പള്ളി നരേശൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഐക്യം, രാമലക്ഷ്മണന്മാരുടെ യാത്ര, കെട്ടുപിടുത്തം, ബഹളവും എല്ലാം നമുക്കറിയാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അവർ ഒരേ അഭിപ്രായം പറഞ്ഞേക്കുന്നു. NSSനെ SNDP സ്വാഗതം ചെയ്യുന്നു, SNDPയെ NSS സ്വാഗതം ചെയ്യുന്നു. എന്തെല്ലാമാണ് കാണുന്നത്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ളു, മുരട്, മൂർക്കം പാമ്പെന്ന് വെള്ളാപ്പള്ളി തന്നെ പണ്ട് ഈ ഹിന്ദു മതത്തിൻ്റെ വിവിധ സമുദായ സംഘടനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കല്ല് ഏതാ, കാഞ്ഞിരക്കുറ്റി ഏതാ, കരടേതാന്നൊക്കെ അവരവരെന്നെ തീരുമാനിക്കട്ടെ. ഏതായാലും ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസം മുമ്പാണ് ശബരിമലയിലെ സന്നിധാനത്തെ ദ്വാരപാലകന്മാരുടെ പീഠം കാണാനില്ല എന്ന വാർത്ത വലിയ ബോംബ് പോലെ വന്നു വീണത്. ഈ പീഠം സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇത് കാണാനില്ല, അതാര് കൊണ്ടുപോയി എന്നറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വലിയ പരാതിയുമായി രംഗത്തെത്തിയത്. ബ്രേക്കിംഗ് ന്യൂസുകൾ പറക്കുന്നു, കോടതി ഇടപെടുന്നു, സംശയം ചോദിക്കുന്നു, ബഹളം, എല്ലാം പ്രശ്നമാണ്. ആ പീഠം ഇവിടെ കൊണ്ടുവച്ചിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയാൽ മതി എന്നാണ് പ്രതിപക്ഷ നേതാവ് അന്ന് പറയുന്നത്. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ട് പോയവരാണ് പറഞ്ഞു. ഇവരെങ്ങനെ അയ്യപ്പ സംഗമം നടത്തും? ആദ്യം പീഠം കൊണ്ടുപോയി, എന്നിട്ട് അയ്യപ്പ സംഗമം നടത്താമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അയ്യപ്പ സംഗമം നടന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പീഠം തിരിച്ചു വന്നു. പീഠം തിരിച്ചു വന്നത് എവിടെ നിന്നാണ്? ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു. പരാതി കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് 2 പീഠവും കണ്ടെടുക്കുന്നു. ആഹാ, അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതാണോ എന്ന് സംശയമുണ്ട് എന്നൊക്കെയാണ്. വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്ത് വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളോട് അവനങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം, സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അതിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കൊണ്ടുവച്ചിട്ട് ഇന്നവരിവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് കൂടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നു, ഈ ഒരു പീഠത്തിൻ്റെ പേര് എന്നെ എന്തെല്ലാം പറഞ്ഞു, എന്നെ കള്ളനെന്ന് വരെ വിളിച്ചില്ലേ, ഇപ്പോൾ സത്യം തെളിഞ്ഞില്ലേ. ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആക്ഷേപം ഉന്നയിച്ചത്, ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, ഇവിടുത്തെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? കുറ്റകരമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ, ഈ പരാതിക്ക് പിന്നിൽ ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും അത് ദേവസ്വം വിജിലൻസോ അത് ബന്ധപ്പെട്ട ആളുകളോ ആരെങ്കിലുമൊക്കെ അന്വേഷിക്കട്ടെ, നല്ല കാര്യം. ഏതായാലും UDFനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ NSSൻ്റെ ഈ പിന്നോട്ട് പോക്ക് അത് അവരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഭയമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നവർ പറയുമ്പോഴും VD സതീശൻ്റെ വാക്കുകളിൽ പോലും ഒരു മയം വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് സർക്കാരിനെ സുകുമാരൻ നായർ പ്രശംസിച്ച ആദ്യ ദിവസങ്ങളിൽ ശബരിമല ആചാര സംരക്ഷണത്തിന് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം ഓർക്കണം എന്ന് പറഞ്ഞ VD സതീശന് പിന്നെ ഒരു മയമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിലും സുകുമാരൻ നായർ നല്ല ആളാണ്, BJP അടക്കമുള്ള അല്ലെങ്കിൽ വർഗീയ ശക്തികൾ അദ്ദേഹം ഒരിക്കലും NSSലേക്ക് കയറ്റിയിട്ടില്ല,
പിന്നെ സ്വതന്ത്രമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്ന് ഇത് തന്നെയാണ് UDF നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NSSൻ്റെ ഈ പുതിയ നിലപാടിനെ എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ള കൂലങ്കഷമായ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സുകുമാരൻ നായരെ സംബന്ധിച്ചും അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അത് കോൺഗ്രസ്സുകാർ UDFകാർ അവരാരും ഇങ്ങോട്ട് വരാറുമില്ല, വിളിക്കാറുമില്ല. സത്യത്തിൽ അത് തന്നെയാണ് പ്രശ്നമെന്ന് തോന്നുന്നു. NSS ജനറൽ സെക്രട്ടറിയെ വേണ്ടവിധം ഗൗനിക്കാത്ത VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അല്ലെ VD സതീശനൊക്കെ നയിക്കുന്ന കോൺഗ്രസിനോട് ഒരു ആഭിമുഖ്യം വേണ്ട എന്ന് അവർ തീരുമാനിച്ചതാണെന്ന് സംശയമുണ്ട്. ഇപ്പോഴേ ഗൗനിക്കാത്ത സതീശൻ മുഖ്യമന്ത്രിയായ പിന്നെ എപ്പോഴെങ്കിലും ഗൗനിക്കുമോ എന്നുള്ള സംശയം അവിടെ ഉണ്ടായതാണോ എന്നും സംശയമുണ്ട്. ഏതായാലും പുതിയ സാഹചര്യത്തിൽ അതുപോലെ ഇനി സമുദായ നേതാക്കളുടെ വീടുകളിലേക്ക് ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയക്കാരുടെ ഒരു ഘോഷയാത്ര പ്രതീക്ഷിക്കാം. നാമജപ ഘോഷയാത്രയല്ല, അല്ലാതുള്ള ഘോഷയാത്ര. ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം സമുദായ നേതാക്കളുടെ വീടുകളിലും ആസ്ഥാനങ്ങളിലും എത്തി അവരെ കണ്ട് വണങ്ങി ഇലക്ഷന് മുമ്പേ കാര്യങ്ങളൊക്കെ സെറ്റിലാക്കിയില്ലെങ്കിൽ കട്ടയമ്പടവും മടങ്ങും എന്നുള്ള ഭീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വീണ്ടും സമുദായ നേതാക്കളുടെ വസന്തകാലം കേരളം കാണാനിരിക്കുന്നു എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. എല്ലാവരും കണക്കാണ്, ആരും ഇതിൽ നിന്ന് പിന്നറില്ല. പിന്നെ UDFനോട് പറയാനുള്ളത്, ഏതായാലും അയ്യപ്പ സംഗമം നടത്തിയതോടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി എന്ന് CPM കരുതുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അതൊക്കെ കാണുമ്പോൾ നമുക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പുറത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തി കാര്യങ്ങൾ അനുകൂലമാക്കാൻ BJPയും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ സമ്മേളനം നടത്തുന്നത് ശരിയല്ല, സംഗമം നടത്തുന്നത് ശരിയല്ല, അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങി മാറി നിൽക്കാതെ ഒരു ശബരിമല സംഗമം നിങ്ങൾക്ക് നടത്തിക്കൂടെ? ചിലപ്പോൾ അയ്യപ്പൻ്റെ ഒരു ദൃഷ്ടി, ഒരു അനുഗ്രഹം നിങ്ങൾക്കൊക്കെ കിട്ടിയാലോ? ഒന്ന് നടത്തി നോക്ക്. ഒന്നുമില്ലേലും അയ്യപ്പനല്ലേ, എല്ലാം അറിയുന്ന അയ്യപ്പനല്ലേ, സ്വാമി ശരണം. ഇനി എൻ്റെ ശരണം വിളി കണ്ടിട്ട് അവിശ്വാസി ശരണം വിളിച്ചു എന്ന് പറഞ്ഞ് പരാതി വേട്ടൊന്നും വരരുത്. നല്ല വിശ്വാസിയാണ്, ശബരിമല പോയിട്ട് വേണ്ട.